ആദ്യം ഷെഫീദ് റാവുത്തറിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ ചേരുന്നു. ഷെഫീദ്, അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാം. ഇനി 3 മണിക്കൂർ സമയം ശേഷിക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ വെയിലൊക്കെ താന്നിട്ടുണ്ട്. പക്ഷെ വെയിൽ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന സമയത്തും ബൂത്തുകളിലൊന്നും തിരക്ക് കുറവില്ലായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ടല്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഒരു ഫോർമാറ്റോ ഒരു ട്രെൻഡോ അല്ല ഇക്കുറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉച്ചയോടടുക്കുമ്പോൾ ഏതാണ്ട് ഉച്ചയോട് അടുത്തപ്പോൾ തന്നെ ഏതാണ്ട് 40% പോളിംഗ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരമായിരിക്കും 3 മണി, അതിനുശേഷവും 2 മണിക്കൂർ കഴിഞ്ഞു. 58% അധികത്തിലേക്ക് സംസ്ഥാനത്തെ പോളിംഗ് പെർസെൻറ്റേജ് പോകുന്നു എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും ഒരു ട്രെൻഡ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, അതായത് ഈ സാധാരണഗതിയിൽ ഈ ഉച്ച സമയത്തൊന്നും ആളുകൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വോട്ട് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഉച്ചയ്ക്കൊക്കെ ഈ തിരുവനന്തപുരത്ത്, അതേപോലെ തന്നെ കൊല്ലത്ത്, പത്തനംതിട്ടയിലടക്കം കാര്യമായ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ സാഹചര്യം നമ്മൾ കണ്ടു. ഇനി 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് ഇക്കാര്യത്തിലെ പീക്ക് ടൈം എന്ന് പറയുന്നത്, ഒരു ഹൈ ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ സ്വാഭാവികമായും ഈ കൂടുതൽ ആളുകൾ അതായത് ഇവിടേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തെ അടക്കം ഈ നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് ഈ നഗരമണ്ഡലങ്ങളായിട്ടുള്ള കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയി എന്നുള്ളത് ഒരു പക്ഷേ ഈ 3 രാഷ്ട്രീയ പാർട്ടികളും 3 മുന്നണികളും അവരുടെ പ്രതീക്ഷയായി പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് ജനങ്ങൾ വിധി എഴുതിയത് എന്നറിയാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം തിരുവനന്തപുരത്തെ റൂറൽ മേഖലയിലും മറിച്ചല്ല സ്ഥിതി. വർക്കലയും, ആറ്റിങ്ങലും, ചിറയൻകീഴും, നെടുമങ്ങാടും, വാമനപുരം പോലും വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ നേമം മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ്. അവിടെ നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ തിരക്ക്, അതായത് ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഈ 4 ബൂത്തുകളിലും ഇതേ രീതിയിലുള്ള തിരക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അത് തുടരുകയാണ്. മാത്രമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. SIR-ന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഒരു നേരിയ കൂടുതൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ തന്നെ വന്നെങ്കിലും ഈ രീതിയിൽ അത് പോകും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇനി കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. പത്തനംതിട്ടയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ 58.02% പോളിംഗ് ശതമാനം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയും ആറന്മുളയും, അടൂരും, റാന്നിയും, കോന്നിയും അടക്കം പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം. ഇനി കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലത്തും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. കൊല്ലത്തിന്റെ ഈ ടൗൺ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാർ മണ്ഡലങ്ങളായ കൊട്ടാരക്കരയും പത്തനാപുരം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലും കാര്യമായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉച്ചയോട് അടുത്തപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണത്. അല്പസമയം കൂടി കഴിയുമ്പോൾ അത് വലിയ രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. അത് നഗരമണ്ഡലങ്ങളാണ്. നേമവും, വട്ടിയൂർക്കാവും, കഴക്കൂട്ടവും അടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപാണ്, അതായത് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പാണ് ഇങ്ങനൊരു ട്രെൻഡ് തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് പക്ഷേ പതിവ് ഫോർമാറ്റുകളൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി എങ്ങനെ അത് ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ആകാംക്ഷയുണ്ട് വലിയ തരത്തിൽ. മാത്രമല്ല, ഒരുപക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കൗതുകം ഇക്കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.